അപ്പോൾ അച്ഛന്മാരെ നമ്മൾ രാവിലെ തന്നെ കാസ്റ്റിംഗ് വന്നിട്ടുണ്ടോ. കഴിഞ്ഞ ദിവസം നല്ല അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്ത് സെറ്റായിട്ട് നമ്മുടെ കണ്ടത്തിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറിയ കൂട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് മീനും വന്നിട്ടുണ്ട്. തോന്മാരൊക്കെ ഇന്ന് പിടിച്ച് ഒതുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മൾ വന്ന കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പെക്സോൻ്റെ സിക്കാർഡ് എന്ന് പറയുന്ന ഫ്രോ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ പെക്സോൻ്റെ ഒരുപാട് ഫ്രോ ഉണ്ട്. അതിലൊരു ഫ്രോഗാണ് സിക്കാർഡ്. അടിപൊളി റിസൾട്ടുള്ള ഫ്രോ ആട്ടോ. നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചു 90% മീൻ കിട്ടും. അത്രയും റിസൾട്ടാണ് ഫ്രോഗിന്. നമ്മുടെ ഇന്തോനേഷ്യക്കാർ പ്രൊപ്പല്ലറുള്ള ഫ്രോ ക്രീം ഉണ്ടാകുന്ന സൗണ്ടില്ലേ, അതേപോലത്തെ സൗണ്ടാണ് നമ്മുടെ സിക്കാറിൻ്റെ സ്പിന്നറിന്. അത്രയും ക്ലീൻ സൗണ്ട്, അടിപൊളി ഫ്രോഗ്. അപ്പോൾ എന്തായാലും നമുക്ക് മീൻ കിട്ടുമെന്നല്ലോ നോക്കാം. ഫ്രോക്ക് ചെന്ന് വീണ ഒഴിക്കാൻ കിട്ടും. ചെറുതാ. ഫ്രോക്ക് ചെന്ന് വീണ ഒഴിക്കൽ മീനടിച്ചു. അതാണ് ചെന്ന് വീണ ഒഴിക്കടിച്ച മീൻ. കുഴപ്പമില്ല, ചെറുതാ, എടുക്കാം. സിക്കാർഡ് വീണ്ടും നല്ല നൈസ് ഫ്രോഗ്. കിള്ളതാണ്, ഒന്നും പറയാനില്ല. സിക്കാടിൽ അടുത്ത മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാ. സിക്കാടെ കിട്ടുക. ചെറുതാണ്, വലിപ്പമൊന്നുമില്ല. കട്ടിച്ച് നോക്കി നൈസായിട്ട് സെറ്റ്. അത് അടുത്ത മീൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹെവി മീന. ഹെവി ഹെവി ഹലോ ഹെവി സാധനം. സിക്കാർഡ് വീണ്ടും നോക്കി. ചേട്ട മോനെ സൈസ് നോക്കിയ മീൻ്റെ കിടല സാധനം. ഒരു 1 kg ഉണ്ടാവും എന്തായാലും. ഇതിന് വലിപ്പില്ല, നല്ല തൂക്കമുണ്ട്. നൈസ്. അയ്യോ, ഹുക്ക് കയറിയിരിക്കുന്ന നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. അത്ര വലിയ എവിടെ കയറി തലയോട്ടേക്കതോ. പക്ഷെ എന്താ പോന്നെ ഹുക്ക് എടുക്കാൻ പെട്ട പാട്. ഹലോ, കുഞ്ഞ് ഫ്രോഗ് കിട്ടുക. ഇപ്പം കിട്ടുക എല്ലാം ഹെവി. എല്ലാവരും 1 kg, 1/2 kg അടുത്തുള്ള സാധനം കേട്ടോ. പെക്സോൻ്റെ സിക്കാർഡ് ഒന്നും നോക്കണ്ട, കണ്ണും പൊടി മേടിക്കും.
എൻ്റെ ഇത്ര മീൻ അടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇതിങ്ങനെ കൂർത്തല്ല ഇരിക്കുന്നത്. ഒത്തിരി വലിയ അടിവശം കൊണ്ട് ഭയങ്കര വണ്ണം ഇല്ലാതെ കൂർത്തി ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഇത്ര മീൻ അടിക്കുന്നത്. മീൻ അടിച്ച് മിസ്സാകത്ത്. എല്ലാവരും ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്ക്. സെറ്റ് ഫ്രോഗ്. വീണ്ടും ഒരു ചെറുത് പോയി, തന്നെ വിട്ടുപോയി. വീണ്ടും സിക്കാട് ചെറുതാട്ടോ. അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലം ഉണ്ടോ, ആ ഒരു ഗ്യാപ്പ്. അവിടെ എന്തായാലും മീൻ നിൽക്കും. ഇന്നലെ നമുക്കൊരെണ്ണം കിട്ടി. ഇന്നിപ്പോൾ ഞാൻ ചുമ്മാ നിറഞ്ഞു നോക്കി, അവിടെ നിന്ന് അടിച്ചു. ചെറുതാ, വലുതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ചെറുതെങ്കിൽ ചെറുത്, അത്യാഗ്രഹം പാടില്ലല്ലോ. കുറേ വലുത് കിട്ടിയെന്ന്. വീണ്ടും അടുത്തടിച്ചിട്ടുണ്ട്. ചെറുതാ. വീണ്ടും നമ്മൾ സിക്കാടെ തന്നെ അടിച്ചോ. കുഴപ്പമില്ല, എടുക്കാം.